ഹായ്. അപ്പോൾ ഇന്നൊരു ഹൈലി കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ് സംസാരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഈ മെഡിറ്റേഷനും ധ്യാനം എന്ന് പറയുന്ന ഈ സംഭവം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ്. അതിപ്പം ഇന്ന മതത്തിൽപ്പെട്ട ആളെന്നൊന്നുമില്ല, എല്ലാവർക്കുള്ള സംശയമാണ്. ഇതിൽ പലരും മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലും ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് സിദ്ധികൾക്ക് വേണ്ടി. അത്ഭുത സിദ്ധി എന്ന് നമുക്ക് പറയാം, നോർമലി സിദ്ധി എന്നും പറയാം. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലി എൻ്റെ 2 ദിവസം മുമ്പ് ഒരു സുഹൃത്തോരോ എന്നോട് ചോദിച്ചതാണ്, മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ സിദ്ധികൾ ലഭിക്കുമോ? അത്ഭുത സിദ്ധി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സിദ്ധി എന്ന് പറയും. എന്തായാലും കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസിക്കലി ക്ലാർവോയൻസിനാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അതായത് പലതരത്തിലുള്ള ക്ലാർവോയൻസ് ഉണ്ട്. നമുക്ക് മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ സാധിക്കുക, ടെലിപ്പതിക്കായിട്ട് സംസാരിക്കാൻ സാധിക്കുക, അതായത് മനസ്സിൽ നിന്ന് വേറൊരാളുടെ മനസ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ സാധിക്കുക. പിന്നെ എന്താ പറയുക, ഈ അഷ്ടാംഗ സിദ്ധികളിൽ ഈ 8 തരം സിദ്ധികളെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ശരീരം ചെറുതാക്കാൻ പറ്റിയ എറുമ്പിനോളം, അല്ലെങ്കിൽ ആ ഒരു മൈക്രോ ആറ്റത്തോളം, അല്ലെങ്കിൽ ഭീകരമായ സൈസ് എടുക്കാൻ സാധിക്കുക, ടെലിപ്പോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് ഇച്ഛയോടുകൂടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, പിന്നെ മാനിഫെസ്റ്റേഷൻ, അതായത് എന്ത് സാധനവും മനസ്സിൽ വിചാരിച്ച് അത് പ്രാവർത്തികമാക്കുക. അതായത് എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം കയ്യിലൊരു എനിക്ക് 1 കോടി രൂപ വേണമെന്ന് വിചാരിച്ചൊക്കെ തൊട്ട് മുമ്പിൽ 1 കോടി രൂപ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസം കേൾക്കുമ്പോൾ വളരെ അൺറിയലും ഇൻഒത്തൻറ്റിക്കും എന്താ പറയുക, ലൈക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ എന്ന് പറയാം. മരണത്തിന് ശേഷം നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ ഒരു സ്വർഗമുണ്ടെന്നൊരു വാഗ്ദാനം നൽകുന്നത് പോലെ തന്നെയാണ് ഇതും. ബേസിക്കലി എന്തിനാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. നമ്മുടെ പതഞ്ജലി യോഗസൂത്രയിൽ ഉൾപ്പെടെ പല പുരാണങ്ങളിൽ ഇത്ര സിദ്ധിയുള്ള ആൾക്കാരെ പറ്റിയും ഇത്ര സിദ്ധികൾ അറ്റൈൻ ചെയ്യാൻ ചില യോഗ വിദ്യകളൊക്കെ ചെയ്താൽ മതിയെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാനാദ്യം എൻ്റെ പേഴ്സണൽ കാര്യം പറയാം. അപ്പം ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറയെ പറ്റി നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഈ ഒരു വീഡിയോയോട് കൂടി ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയ ശേഷം ഈ പ്രീകോഗ്നീഷൻ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഹിന്ദു മതത്തിലായാലും മറ്റ് എല്ലാ മതത്തിലായാലും പറയുന്നൊരു കാര്യമുണ്ട്, വിധി എന്ന് പറയുന്നൊരു കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും, നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലിയെന്ന്. അതായത് അതിനർത്ഥം ഭാവി മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആണ്. ഭാവിയിൽ ഭൂതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം ഓൾറെഡി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഇതിനൊന്നും അറ്റാച്ച്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഈ പറയുന്ന കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഇപ്പോൾ തന്നെ എക്സിസ്റ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് ഫ്യൂച്ചർ കാണാൻ സാധിക്കുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവാറുണ്ട്. ഈ ഫ്യൂച്ചറിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് നേരത്തെ കിട്ടുന്നതിനാണ് ഈ പ്രീകോഗ്നീഷൻ എന്ന് പൊതുവെ പറയുന്നത്. ഈ പ്രീകോഗ്നീഷൻ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ് ഇന്ന കാര്യം നടക്കാൻ പോകുന്നു എന്ന്. അല്ലെങ്കിൽ കൺമുമ്പിൽ ചിലപ്പോൾ ആ ഒരു കാര്യം കണ്ടെന്ന് തന്നെ വരാം. ആ കണ്ട കാര്യം ഇന്നല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് അത് സംഭവിക്കുകയാണ് നമ്മുടെ ലൈഫിൽ. അതുപോലെ തന്നെ നമുക്ക് ആ സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ പോലും നമ്മൾ നേരത്തെ ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിതിനെ മാറ്റാനോ തിരുത്താനോ സാധിക്കാറില്ല. ഇത്തരം അനുഭവങ്ങൾ ഞാൻ ധ്യാനമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അത്ഭുത സിദ്ധിയുടെ പ്രൂഫാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം ഇതെല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും ഒരു ഭയങ്കര മിറാക്കുലസ് ആയിട്ടുള്ള കാര്യമൊന്നും ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ സിദ്ധി എന്ന് പറയുന്ന കാര്യം പോലും ചിലപ്പോൾ ഓർഡിനറി ആയിരിക്കാം. എനിവേ ഇതൊക്കെ വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ കുട്ടിക്കാലത്ത് എനിക്ക് അത്യാവശ്യം ഒരു അവയർനെസ് ഉണ്ടായിരുന്നു, ഒരു ബോധമുണ്ടായിരുന്നു. പിന്നീട് ആ ബോധം വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായാലും ആളുകളോടുള്ള ഇടപഴകലും ജീവിത രീതിയൊക്കെ കൊണ്ട് വളരെ രീതിയിൽ ഈ അവയർനെസ് കുറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാതായി. വീണ്ടും ഒരു മെഡിറ്റേഷനും അവയർനെസ്സിൻ്റെ ഒരു റൈസിങ് ഒക്കെ സംഭവിച്ചു തുടങ്ങിയ ശേഷം ഇത്തരം സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ഒരുതരം പ്രീകോഗ്നീഷൻ എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്, ശരിക്കും ഈ ധ്യാനത്തിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഈ നമ്മുടെ ശ്രദ്ധയാണ്, നമ്മുടെ ബോധം എന്ന് പറയുന്ന കാര്യം, അവയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കാര്യമാണ് ഇത് നമ്മളെ ഫീൽ ചെയ്യിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം പ്രീകോഗ്നീഷൻ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തിന് ഒരു കോൺഫിഡൻഷ്യൽ ഗസ്സോ ഒരു വിഷ്വൽ നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതോ ചിലപ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം.
നമ്മുടെ അവയർനെസ് അല്ലെങ്കിൽ നമ്മുടെ ബോധം റൈസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സാധാരണ സംഭവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ബേസിക്കലി ഇത്തരം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇതുപോലെ അല്ല വേറെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇതുമായിട്ട് അല്ല ഇതുപോലെ അല്ല വേറെ പല സിദ്ധികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോൾ എനിക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പാസ് ചെയ്ത് പോകുന്നതെല്ലാം എൻ്റെ മാത്രം അനുഭവമാണ്. അതാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റില്ല, എനിക്ക് പ്രൂഫ് കാണിക്കാനും പറ്റില്ല. ഇതിനൊക്കെ പുറമെ ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെന്നുമില്ല. നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വത്തിൽ പറയുന്നത് പോലെ തന്നെ എല്ലാം മായയാണല്ലോ. ചിലപ്പോൾ മായയായിരിക്കും, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, എല്ലാം ഒരു ഇല്യൂഷൻ തന്നെയല്ലേ. ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ കളികളായിരിക്കും അതൊക്കെ. ആർക്കും പ്രൂവ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, അത് നിങ്ങൾക്കും സാധിക്കില്ല എന്നുള്ള സത്യമാണ്. സോ ബേസിക്കലി ഞാൻ ഇതിനെപ്പറ്റി വിശദമായി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുമ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ സിദ്ധികൾ അഥവാ ഈ പറയുന്ന സോ കോൾഡ് ക്ലാർവോയൻസ് അല്ലെങ്കിൽ ചില അമാനുഷിക ശക്തികൾ, ഇതൊക്കെ ശരിക്കും ചിലപ്പോൾ നാച്ചുറൽ ആയിരിക്കാം, അമാനുഷികമായിരിക്കില്ല, ചിലപ്പോൾ മാനുഷികം തന്നെ ആയിരിക്കാം. നമ്മളതിനെപ്പറ്റി അവെയർ അല്ലാത്തതുകൊണ്ടാണ്, നമ്മുടെ ബോധം അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് റൈസ് ചെയ്തതിൻ്റെ കുറവുകൊണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങളായിരിക്കും അതൊക്കെ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇതാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. അതായത് ധ്യാനത്തിൽ കൂടി ഒരു അത്ഭുത സിദ്ധി ഒരാൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരാൾക്ക് അത്ഭുത സിദ്ധി അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ലാതായിരിക്കുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, നമുക്ക് ഇതുണ്ട് എന്ന് തന്നെ വയ്ക്കാം. അതായത് സിദ്ധി ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിദ്ധികൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. കാരണം നേരത്തെ ഭഗവത്ഗീതയിലെ കാര്യം ഞാൻ പറഞ്ഞ പോലെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ എല്ലാം നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു അത്ഭുത സിദ്ധി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആളുടെ കഴിവാണോ? അപ്പോൾ അയാൾ പ്ലാൻ ചെയ്ത് അയാളോട് സംഭവിപ്പിക്കുന്നതാണോ? ഒരിക്കലുമല്ല. അത് നേരത്തെ സംഭവിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. സോ ആ ഒരു ഹാപ്പനിങ് അല്ലെങ്കിൽ ഒരു സംഭവം അതങ്ങ് സംഭവിക്കുകയാണ്. അതിന് സംഭവിപ്പിക്കാനായിട്ട് മറ്റേ ആൾക്കൊരു എഫേർട്ട് ഇല്ല അവിടെ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ടു കൺഫ്യൂസ്ഡ്. അതായത് ആൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഞാൻ പറയുന്ന കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു വളരെ ഒരു വിയേർഡ് ടോപ്പിക്കാണ്. ഇത് വളരെ കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അനുഭവങ്ങളിലൂടെ, നമ്മുടെ ഒരു ബോധത്തിലൂടെ നമ്മൾ അറിയുന്ന പല കാര്യങ്ങളും നമുക്ക് പകർന്നു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. ഈ അത്ഭുത സിദ്ധികൾ നമ്മുടെ ലൈഫിൽ വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന പല അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അൾട്രാ നോർമൽ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അപ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ബോധം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാവാം, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സംഭവിപ്പിക്കുന്നതല്ല. സോ ബേസിക്കലി ഒരാൾക്കൊരു സിദ്ധി അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് സൈക്കിക് എബിലിറ്റീസ് വർക്ക് ചെയ്താൽ, അയാളുടെ ചുറ്റും ഇത്തരം മിറാക്കിൾസ് സംഭവിച്ചാൽ, അത് ആ വ്യക്തിയുടെ കഴിവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അയാളുടെ ബോധം അല്ലെങ്കിൽ അയാളുടെ അവയർനെസ് കൂടുന്നതോടുകൂടി തന്നെത്താനെ സംഭവിക്കുകയാണ്. രമണ മഹർഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് യാതൊരു അത്ഭുത സിദ്ധിയില്ലെന്ന് അദ്ദേഹം എപ്പോഴും പറയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. പലരും പറയപ്പെടുന്നു. ലൈക്ക് അത് നേരിട്ട് കണ്ടതായിട്ടുള്ള ആൾക്കാരും അവരുടെ വിറ്റ്നസ് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രമണ മഹർഷിയാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കഴിവുമില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സെൽഫിൻ്റെ കഴിവുകൊണ്ട് സംഭവിക്കുന്നതാണ്. അദ്ദേഹം സെൽഫ് എന്ന് പറയുന്നത് ബോധത്തെ പറ്റിയാണ്, അതായത് ശുദ്ധമായ ബോധം. അതിനകത്തൊരു വ്യക്തിയോ ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയോ ഒന്നുമില്ല. അത്തരം കാര്യങ്ങൾ ചെറുതെ സംഭവിച്ചു പോവുകയാണ്. മേ ബി കോൺഷ്യസ്നെസ്സിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് എത്തിയവർ, അതായത് ബോധം അല്ലെങ്കിൽ അവയർനെസ്സിൻ്റെ ടോട്ടാലിറ്റിയിൽ എത്തിയ ആളുകൾക്ക് ചുറ്റും അവിടെ ഒരു ബുദ്ധ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ബുദ്ധ ഫീൽഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു ബോധവലയം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ശുദ്ധമായ ബോധം, പ്യുവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു ഫീൽഡ്, ഒരു എന്താ പറയുക, ഒരു ഫീൽഡ് എന്ന് തന്നെ പറയാൻ, ആ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പ്രോക്സിമിറ്റിയിൽ വരുന്ന ആളുകൾക്ക് ചിലപ്പം നോർമലി സംഭവിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചെന്നിരിക്കുക. എന്നാൽ അത് ആ വ്യക്തി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഈ ഒരു ബോധോദയം നേടിയ ശരീരമുള്ള ഒരു മനുഷ്യൻ്റെ ചുറ്റിനും സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ഇൻറ്റൻഷനോടുകൂടി സംഭവിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി, അതായത് നമ്മുടെ ഒരു നോർമൽ സെൽഫ്, ഞാനിപ്പോൾ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു, ഞാൻ ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആളുടെ മകളാണ്,
ഈ ഒരു ചിന്താഗതി ബേസിക്കലി ഇല്ലാതാവുമ്പോൾ മാത്രമാണ് പ്യുവർ അവെയർനെസ് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു ശുദ്ധബോധത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശുദ്ധബോധത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ ഞാനെന്നൊരു ഐഡൻറ്റിറ്റി നമുക്ക് ബേസിക്കലി ഇല്ല. ഞാനെന്നൊരു ഐഡൻറ്റിറ്റി എൻ്റെ ഉള്ളിലില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഇപ്പം ഇവൻ്റെ ഈ അസുഖം ഞാനങ്ങ് മാറ്റിക്കൊടുക്കാം എന്ന് വിചാരിക്കണമെങ്കിൽ അയാളുടെ ഉള്ളിൽ അങ്ങനെ വിചാരിക്കാൻ ആ ഒരു എഫേർട്ട് എടുക്കാൻ, ആ ഒരു ഇൻറ്റൻഷൻ എടുക്കാനുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവണം. ആ വ്യക്തിത്വം ശരിക്കും ഇല്ലാതാകുമ്പോഴാണ് പ്യുവറായിട്ടുള്ള അവെയർനെസ്സിലേക്ക് എത്തിപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ബേസിക്കലി സിദ്ധികൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പലർക്കും സിദ്ധികൾ അവരുടെ ചുറ്റിനും സംഭവിക്കാം, അല്ലെങ്കിൽ മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യാം. ആ ഹാപ്പനിങ് അവരുടെ കൺട്രോളിലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരെങ്കിലും ലൈക്ക് അയാളുടെ ചുറ്റും അത്ഭുതം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രീകോഗ്നിഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു എഫേർട്ട് സംഭവിക്കുമ്പോൾ അത് അയാളുടെ കഴിവാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അയാളുടെ സ്വന്തം സെൽഫ് ഐഡൻറ്റിറ്റിയെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. സോ ബേസിക്കലി അദ്ദേഹത്തിന് വീണ്ടും ഈ പ്യുവർ അവെയർനെസ്സിൽ നിന്ന് ഒരുപാട് ബാക്കിലോട്ട് പോവുകയാണ്. സോ ബേസിക്കലി ഈ സംഭവിച്ച എക്സ്പീരിയൻസ് കൊണ്ടും ഇല്ലാതായി പോവാം. അപ്പോൾ എന്തായാലും യഥാർത്ഥ ചോദ്യം അവിടെ നിൽക്കുകയാണ്, എന്താണ് ഇതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ, അതോ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു സ്വർണ്ണ പാത്രത്തിലൊരു അത്ഭുതത്തിൻ്റെ കഥ വിളമ്പുകയാണോ എന്നാണ് ചോദ്യം. കാരണം ഇവിടെ ലോജിക്കിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് മാജിക്കാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. എനിക്ക് മാജിക്കാണ് ഇഷ്ടം. ഞാൻ മാജിക്കിൽ വിശ്വസിക്കുന്നു. മാജിക്ക് സംഭവിച്ചെങ്കിൽ എന്ത് ഭംഗിയുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എനിവേ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഡിനേ ചെയ്ത ഒരാളെ പറ്റി കൂടെ പറയണം പ്രധാനമായിട്ടും. അതായത് നമ്മുടെ ജിത്തു കൃഷ്ണമൂർത്തി. അദ്ദേഹം ഒരു കഥ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സന്യാസിയുടെ അടുത്ത് ഒരു ശിഷ്യൻ പോയി ജീവിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളോളം ഈ സന്യാസിയുടെ ശിഷ്യനായിട്ട് അവൻ നിൽക്കുകയാണ്. പക്ഷേ അയാൾക്കൊരു സ്പിരിച്വൽ പ്രോഗ്രസ്സോ ഒരു കഴിവുകളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ കഴിവുകളൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ വിഷമത്തിൽ ഈ സന്യാസിയെ ഉപേക്ഷിച്ച് വേറെ ഇതിൽ കൂടെ പേര് കേട്ടൊരു ഗുരുവിൻ്റെ അടുത്ത് പോവുകയാണ്. ആ ഗുരുവിൻ്റെ അടുത്ത് പോയതിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ശിഷ്യൻ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, നിങ്ങളെ കൂടെ ഞാൻ ഒരുപാട് നാൾ നടന്ന് എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തി, ഞാൻ എൻ്റെ പുതിയ ഗുരുവിൻ്റെ അടുത്ത് പോയി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെ പറയുകയാണ്. ഈ പഴയ ഗുരു ചോദിക്കും, ഓഹോ നീ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എന്താണ് നീ പഠിച്ചത്? അപ്പോൾ ഈ ശിഷ്യൻ പറയും, എനിക്കിപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ സാധിക്കുമെന്ന് പറയും. അപ്പോൾ ഈ പഴയ ഗുരു പറയും, ഇതിനു വേണ്ടിയാണോ നീ ഒരു 5 വർഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയതും പിന്നെ ഒരുപാട് കാലം എൻ്റെ അടുത്ത് നിന്നതും? ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ? നീ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ അപ്പുറത്തോട്ട് പോകാനുള്ള വള്ളത്തിനുള്ള കൂലി ഞാൻ തന്നേനെയല്ലോ എന്ന്. സോ ബേസിക്കലി കഥയുടെ തത്വം എത്ര പേര് പലർക്കും പല രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ അത്ഭുത സിദ്ധി എന്ന് പറയുന്ന പല കാര്യങ്ങളും ഒരു വിലയുമില്ലാത്ത കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വെള്ളത്തിൻ്റെ മേളിൽ കൂടി നടക്കാനുള്ള കഴിവ് ഒരാൾക്കുണ്ട്. ഒരു വള്ളം എടുത്ത് അപ്പുറത്തോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉള്ളപ്പോൾ 4-5 വർഷം കഷ്ടപ്പെട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്നു പോകാനുള്ള ഒരു കഴിവ് നേടുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഒരു ബോട്ടിൽ കയറി പോയി, പ്രത്യേകിച്ച് ഇന്ന് സ്പീഡ് ബോട്ടൊക്കെ ഉള്ള കാലത്ത് നടന്ന് അക്കരെ പോകുന്നതിനേക്കാളും വേഗത്തിൽ നമുക്ക് ഈ ബോട്ടിൽ പോകാൻ സാധിക്കും. വേണമെങ്കിൽ ഇതൊരു ട്രിക്ക്, ഒരു പാർലർ ട്രിക്കായിട്ട് അല്ലെങ്കിൽ ഒരു മാജിക് ട്രിക്കായിട്ട് പബ്ലിക്കിൽ പ്രദർശിപ്പിച്ച് കുറച്ച് കയ്യടിയും നമ്മളെ പുകഴ്ത്തി പറയലും അല്പം പണവും സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ബേസിക്കലി ആ ഒരു സിദ്ധിക്ക് വലിയ വിലയില്ല. ഒരുവിധം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഒരു കാര്യമല്ലേ എപ്പോഴും ഞാൻ ക്ലാരിഫൈ ചെയ്ത് എടുത്തെടുത്ത് പറയുകയാണ്. അതായത് ഈ സിദ്ധികൾ ഉണ്ടാവുന്നതൊരു അൾട്രാ ഓർഡിനറി കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അമാനുഷിക കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അൾട്രാ ഓർഡിനറി കാര്യമാണ്. അതായത് സിദ്ധികൾ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ സംഭവമാണ്, അതൊരു വലിയ സംഭവമല്ല. പക്ഷേ അതിലാണ് നമ്മുടെ ഒരു ഫോക്കസ്. കാരണം നമ്മുടെ ഉള്ളിലൊരു സെൽഫ് ഐഡൻറ്റിറ്റി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കിതിൽ കഴിവുകളുണ്ടെങ്കിൽ നമുക്ക് 10 പേരെ മുമ്പിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യാൻ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാം. അങ്ങനെയാണ് മിക്ക ആളുകളും ഈ ഒരു ചിന്തയിലേക്ക് വരുന്നത്. അതായത് ഈ ഒരു സിദ്ധിയിൽ ആളുകളുടെ താല്പര്യം എന്ന് പറയുന്നത് സെൽഫിഷായുള്ള പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനാണ്. എനിവേ, ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈഗോയെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ശുദ്ധമായ ബോധത്തിൽ നിന്ന് പിന്നെയും പിന്നെ അകന്നു പോകും.
അങ്ങനെ അകന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മനസമാധാനമോ സന്തോഷമോ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് ഗുരുക്കന്മാർ ഇൻക്ലൂഡിങ് ഈ സിദ്ധികളുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് രമണ മഹർഷി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് സിദ്ധിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും സിദ്ധികൾ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം പുള്ളി ഡിനൈ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സിദ്ധി നിങ്ങൾക്ക് കിട്ടിയാൽ, നിങ്ങൾ ആ സിദ്ധിയിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും പ്യുവർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് കിട്ടില്ല. നിങ്ങൾ ആണ് ഈ സിദ്ധി നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസം നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്ന ഈ സിദ്ധിയുമായി ഇടപെട്ട് ഒരു മായാലോകത്തിലേക്ക് നിങ്ങൾക്ക് പോകാമെന്നല്ലാതെ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കില്ല. ബേസിക്കലി നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടാകാനും പോകുന്നില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു വിൽ ലൂസ് യുവർ സമാധാനം. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഈ നമ്മുടെ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യു സാറിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ആ കാര്യത്തെ ഞാൻ എന്താ പറയുക, ഞാനെപ്പോഴും ഓർക്കാറുണ്ടത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിദ്ധി എന്ന് പറയുന്നത് ഒരാളുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിനെ അളക്കാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഞാൻ പറഞ്ഞില്ല, ആരുടെ ചുറ്റിനും സിദ്ധി സംഭവിക്കും. ഒരു സൈക്കിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ ഇതും ഞാൻ ഈ തരുന്ന എക്സ്പ്ലനേഷൻ ശരിക്കും സ്യൂഡോ സയൻസ് ആണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഒരു സൈക്കിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ഇതുപോലെ സൈക്കിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോ കോൾഡ് മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കുക. അത് ഒരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഒരാളുടെ ചുറ്റും ഒരു അത്ഭുതം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു സിദ്ധി ഒരാൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളെ മഹാനാക്കുന്നൊരു കാര്യമേ അല്ല. അത് കണ്ടിട്ട് അയാൾ നല്ല ആളാണെന്ന് വിചാരിക്കരുത്. അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവർക്കും അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു ഡീപ്പണ്ട് മെൻ്റൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സൈക്കിക്കൽ മൂവ്മെൻറ്റ് അവർക്ക് ആന്തരികമായി സംഭവിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ചുറ്റാകെയും ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാം. അത് കണ്ടിട്ട്, അതായത് ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റീകോഗ്നേഷൻ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്ലാർവോയൻസ് ഒരാൾ പെർഫോം ചെയ്യുകയോ ഒരാളുടെ ചുറ്റും സംഭവിക്കുകയോ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെന്നോ ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്നോ തെറ്റിദ്ധരിക്കരുത്. അതായത് ഈ സിദ്ധി എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ നന്മയിലോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി ഉയർന്ന ഈ ശുദ്ധബോധം അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നസ്സിലേക്ക് എത്തിച്ചേർന്ന ഒരാളുടെ ലക്ഷണമല്ല സിദ്ധി. വളരെ മോശപ്പെട്ട ഒരാളെ പിച്ച് ചീന്തി കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരാൾക്കും സിദ്ധി ഉണ്ടാവാം അല്ലെങ്കിൽ അയാളുടെ ചുറ്റും സിദ്ധികൾ സംഭവിക്കാം, അല്ലെങ്കിൽ അത്തരം മിറാക്കുലസ് ആയിട്ടുള്ള ഹാപ്പനിങ്സ് ഉണ്ടാവാം. ആരുടെ ചുറ്റും ഉണ്ടാവാം. വെറുതെ ഇരിക്കുന്ന ഒരു കല്ലിന് ചുറ്റും അതുണ്ടാവാം. അതിനർത്ഥം ആ കല്ല് പ്യുവർ കോൺഷ്യസ്നസ് അറ്റൈൻ ചെയ്തു എന്നല്ല. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സിദ്ധികൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ആളുകളുടെ പിറകെ പോകാതെ അല്ലെങ്കിൽ പ്ലേസസിൻ്റെ പിറകെ പോകാതെ നിങ്ങളുടെ ഉള്ളിലുള്ള അവയർനെസ്സിനെ കണ്ടെത്തുക അല്ലെങ്കിൽ അവയർനെസ്സിനെ റൈസ് ചെയ്യുക, പ്യുവർ കോൺഷ്യസ്നസ്സിലേക്ക് എത്തുക. സോ അതാണ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് എന്താ പറയുക മനുഷ്യജന്മത്തിൻ്റെ ഒരു ഫൈനൽ അല്ലെങ്കിൽ ഒരു അറ്റൈൻമെൻറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്, ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു പോയി. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല, അല്ലെങ്കിൽ മേ ബി സം അതർ ഡേ. ഇന്നിത് പറയണമെന്ന് ഭയങ്കരമായൊരു ഉൾവിളി തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സിദ്ധികൾ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് വിൽ ഹാപ്പൻ. ധ്യാനത്തിന് നമുക്കൊരു വിളനില ഉണ്ടാക്കാം. ആ വിളനില ഉണ്ടാക്കിയാൽ ധ്യാനം തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ ഈ പ്യുവർ കോൺഷ്യസ്നല്ല അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് എത്തിയ ഒരാൾക്ക് ചുറ്റും സിദ്ധികൾ സംഭവിക്കാമെന്നുള്ള പോസിബിലിറ്റി ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. അങ്ങനെ സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. മേ ബി സം അതർ ഡേ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. താങ്ക് യു.